വാവ്, എന്തേ നാട്ടിൽ ആദ്യമായിട്ടാ? നാട്ടിലല്ല, ബട്ട് ഇവിടെ ആദ്യമായിട്ടാ. അവിടെ നിന്ന് വന്നാൽ തന്നെ ഡൽഹിയിൽ മാത്രമേ പോവാറുള്ളൂ. ആന്റിയും കുഞ്ഞാറ്റയും കണ്ട് അപ്പോൾ തന്നെ തിരികെ പോവുകയും ചെയ്യും. അല്ലാതെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എന്നിട്ട് എന്ത് തോന്നുന്നു? അലി പറയാറുള്ള പോലെ തന്നെ, ഐ ലവ്ഡ് ഇറ്റ്. അതിരിക്കട്ടെ, ഇനി നമ്മൾ എവിടേക്കാ? എനിക്കിവിടെ ഒരു വീടുണ്ട്, നമുക്ക് അവിടെ നിൽക്കാം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനു മുമ്പ് അമ്മ നമ്മളെ കണ്ടുപിടിക്കാതെ നോക്കണം. അമ്മയോ? നീ നിന്റെ അമ്മയ്ക്കെതിരായിട്ടാണോ കല്യാണം കഴിച്ചേ? വിഹാൻ, എനിക്ക് കുറച്ചുകൂടെ ടൈം താ. ഞാൻ നിന്നോടെല്ലാം പറയാം. ഇറ്റ്സ് ഓക്കേടാ, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അവൾ മയക്കത്തിലാ. പെയിൻ വല്ലാതെ കൂടിയപ്പോ സെഡേഷൻ കൊടുക്കേണ്ടി വന്നു. ഡാ അലി, 2 days, അത് കഴിഞ്ഞ ഞാനങ്ങ് വരും. നോക്കിക്കോണേടാ, എന്റെ ജീവൻ അതെനിക്ക് അറിയില്ലേടാ. നീ ടെൻഷൻ ആവണ്ട, ഞാനുണ്ട് നിനക്ക്. സ്റ്റാൻസി? ഇല്ല, അവള് സ്ഥലത്തില്ല. അധിക നാള് മറിഞ്ഞു നിൽക്കാനൊന്നും അവളെ കൊണ്ട് കഴിയില്ലടാ. നമ്മൾ അവളെ കണ്ടുപിടിക്കും. നീ തിരികെ വരുമ്പോഴേക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. വിഹാൻ, സ്റ്റാൻസി നിന്റെ എക്സ് അല്ലേ? അതെ, വിമലാന്റിയുടെ മോളാ. അതുകൊണ്ട് മാത്രം കെട്ടിയതാ ഞാൻ അവളെ. അത്രക്കുണ്ട് ആന്റിയോട് നന്ദിയും കടപ്പാടും. ബട്ട് ആന്റിയുടെയും അങ്കിളിന്റെയും നന്മയൊന്നും അവളുടെ ഉള്ളിൽ ഇല്ലടാ. കുഞ്ഞാറ്റയോടാ അവൾക്ക് കൂടുതൽ ദേഷ്യം. അവളുടെ കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടിയത് അവളാണല്ലോ. എന്റെ കുഞ്ഞ്, അവൻ കാരണം അവൾ ഇന്ന് ഇത്ര അഹങ്കരിക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ ചെയ്ത ഒരു തെറ്റ് അത് മാത്ര, അതും വിമലാന്റിക്ക് വേണ്ടി മാത്രം. എന്റെയും അവളുടെയും കുഞ്ഞ്. സൗന്ദര്യം നഷ്ടമാകുമെന്നും പറഞ്ഞ് പ്രസവിക്കാനൊന്നും അവൾ ഒരുക്കുമായിരുന്നില്ല. എന്റെ ഭാര്യയായി ഞാൻ അവളെ കണ്ടിട്ടുമില്ല. സോ വി ചൂസ് സറോഗസി. അവിടെയും അവൾ എന്നെ തോൽപ്പിച്ചു. എന്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയി. കേസ് തീരുമ്പോ വിധി എനിക്ക് അനുകൂലവുമായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പാ. അതുകൊണ്ട് കൂടിയാ അവള് കുഞ്ഞാറ്റയെ അപായപ്പെടുത്താൻ നോക്കുന്നത്. നിനക്കറിയോ ലക്ഷ്മൺ, എന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ കേസ് അവൾക്ക് വഴി തിരിച്ചു വിടാം. കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ അടങ്ങി നിൽക്കില്ല എന്ന് അവൾക്കറിയാം. അതിനാ അവളീ കളിയെല്ലാം കളിക്കുന്നത്. അപ്പോ വിമലാന്റി? ആന്റി എന്റെ കൂടെയാ ലക്ഷ്മൺ. അവളുടെ ക്യാരക്ടർ ആന്റിയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആന്റി തന്നെയാ ഞങ്ങളുടെ ഡിവോഴ്സ് നടത്തിച്ച് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അവൾക്ക് കുടുംബമോ ഭർത്താവോ ഒന്നുമല്ല, ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ്, അതാണ് അവൾക്ക് വേണ്ടത്. അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹസ്ബൻഡ് ആവാൻ ഞാൻ എന്റെ കുഞ്ഞാറ്റയെ ഉപേക്ഷിക്കേണ്ടി വരും. എനിക്കതിന് കഴിയില്ല. കുഞ്ഞാറ്റ എനിക്കെന്റെ മകളാ. അവള് കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. Hope you understand that. അവര് ലാൻഡ് ചെയ്തിട്ടുണ്ട്. വിഹാൻ എന്നാണ് പേര്. അവനെ എനിക്കൊന്ന് കാണണം, ഒറ്റയ്ക്ക്. നീ എന്തിനാടാ മണിക്കൂറിന് 4 തന്നെ കണക്കിന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? പോയ കാര്യം തീർപ്പാക്കാൻ നോക്ക്. ഇവിടെ വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചറിയിച്ചോളാം. എന്റെ അലി, ഈ വരവിന്റെ പേർപ്പസ് എന്താന്ന് പോലും ഈ നിമിഷം വരെ എനിക്കറിയില്ല. പിന്നെ എങ്ങനെ തീർപ്പാക്കും? എക്സ്ക്യൂസ് മീ വിഹാൻ.
അലി, ഞാൻ നിന്നെ വിളിക്കാടാ. യെസ്. നീ കരയാതെ, ഞാനിങ്ങ് വന്നല്ലോ. എല്ലാം ശരിയാവും. I'll call you back. ഇതാരാ ലക്ഷ്മൺ? ഇത് നിന്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ടും നീ ഞാനുമായിട്ടുള്ള മാരേജിനെ നിർബന്ധിച്ചത് എന്തിനാണ്? വിഹാൻ, നിനക്ക് ഈ ഫോട്ടോ ഇടുന്നേട്ടി? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവൾക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ അവളെ ഒഴിവാക്കാൻ നീ എന്നെ കരുവാക്കിയത്? നടക്കാൻ പാടില്ലാന്ന് നീ അന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണോടാ? വിഹാൻ, പ്ലീസ് ലിസൺ ടു മീ. നീ ഇത്ര സെൽഫിഷ് ആണെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി ലക്ഷ്മൺ. എന്റെ കുഞ്ഞാറ്റ പറഞ്ഞ ഒരു ക്വാളിറ്റിയും നിന്നിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. വൈ ഷുഡ് ഐ? ഇനിയും എത്ര സീക്രട്സ് ഉണ്ട് നിനക്ക്? നീ കാരണം നിന്റെ കുടുംബം മുഴുവൻ തല കുനിക്കേണ്ടി വരും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിഹാൻ, ഇതാണ് ലക്ഷ്മിയമ്മ, ലക്ഷ്മണന്റെ അമ്മ. അവനറിഞ്ഞ ഈ മീറ്റിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് അവൻ ഇല്ലാത്ത ടൈം നോക്കി ഞങ്ങൾക്ക് വരേണ്ടി വന്നത്. നിങ്ങൾ വിവാഹം കഴിച്ചുവെന്ന് ഞാൻ അറിഞ്ഞു. അതൊരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു മോനെ. അമ്മേ, അത് മോൻ എന്നെ വിളിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും. അവന്റെ വിവാഹം കുഞ്ഞിലെ ഉറപ്പിച്ചതാ, എന്റെ അനിയത്തിയുടെ മകളുമായിട്ട്. അച്ഛനും അമ്മയും ഇല്ലാത്തവളാ എന്റെ മോള്. ജന്മന സംസാരശേഷി ഇല്ലാത്തവൾ അവള്. അതുകൊണ്ട് ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഊമയെന്നും അച്ഛൻ ആരാണെന്ന് അറിയാത്തവളെന്നും പറഞ്ഞ് ഇത്ര കാലം ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ട് കൂടിയാ ലക്ഷ്മണുമായിട്ടുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചത്. പെട്ടെന്ന് ഇക്കാര്യം സീത അറിഞ്ഞ അവളതെങ്ങനെ സഹിക്കും? ഇനിയും അതിനെ കണ്ണീര് കുടിപ്പിക്കാൻ വയ്യ മോനെ. പ്ലീസ്, ദൈവത്തെ ഓർത്ത് മോൻ ഇതിന് പിന്മാറണം. എനിക്ക് വേണ്ടിയല്ല, പാവം ആ മിണ്ടാപ്രാണിക്ക് വേണ്ടി. അവളെ ഇനിയും വിഷമിപ്പിക്കരുതെന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അമ്മേ, നല്ലൊരു തീരുമാനം എടുക്കണം മോൻ. അമ്മ കാത്തിരിക്കും. ഇനി പറ, നിന്റെ തീരുമാനം ചേഞ്ച് ചെയ്യുമെന്ന് കരുതി കാത്തിരിക്കുന്ന നിന്റെ കുടുംബത്തിനോട് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പിന്മാറുന്നെന്ന് കാല് പിടിച്ച് പറഞ്ഞ നിന്റെ അമ്മയ്ക്ക് എന്ത് മറുപടിയാ ഞാൻ കൊടുക്കേണ്ടത്? നിന്നെ മാത്രം വിശ്വസിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ പാവത്തിന്റെ ശാപം നീ എവിടെ കൊണ്ട് കഴുകി കളയും? പറ ലക്ഷ്മൺ. Just stop it. She's my sister. What? അവള് നിന്റെ സിസ്റ്റർ ആണെങ്കിൽ നിന്റെ അമ്മ നിങ്ങളുടെ മാരേജ് നടത്താൻ ശ്രമിക്കുന്നത് എന്തിനാ? എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നീ കള്ളം പറയുന്നതാണെങ്കിലോ ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുന്നത്? നീ വിശ്വസിക്കണം വിഹാൻ. നീ വിശ്വസിച്ചേ പറ്റും. ബിക്കോസ് എന്റെ അമ്മയ്ക്ക് പോലും സീത എന്റെ സഹോദരിയാണെന്ന് അറിയില്ല. ലക്ഷ്മൺ, നീ ഇതെന്താടാ പറയുന്നത്? ഞാനിതാരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തിന് എന്റെ കൂടെ നടക്കുന്ന വർണ്ണയോട് പോലും. ബട്ട് നിന്നോട് ഇനിയും ഇത് മറച്ചു വെക്കാൻ എനിക്കാവില്ല വിഹാൻ. എന്നെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞതെല്ലാം സത്യ.
നിന്നെ വിശ്വസിപ്പിക്കാൻ വാക്കുകളല്ലാതെ മറ്റൊരു തെളിവും എന്റെ കയ്യിലില്ല. പ്ലീസ് വിഹാൻ, ട്രസ്റ്റ് മീ. നീ എന്നെ വിശ്വസിക്കണം വിഹാൻ. സീത എന്റെ സഹോദരിയ, അവൾ എന്റെ അനിയത്തിയ. അവളെ ഞാൻ എങ്ങനെയാ? അമ്മ ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കില്ല. അമ്മയെ വിശ്വസിക്കാൻ മാത്രം എന്റെ കയ്യിൽ മതിയായ തെളിവുകളുമില്ല. പ്ലീസ്, നീ എന്നെ വിശ്വസിക്കണം. നീ പറഞ്ഞ എനിക്ക് വിശ്വാസ. ഐ ട്രസ്റ്റ് യു. അയ്യേ, എന്റെ ബസിൽ ബന്ധ കരയാ. ചേ, മോശം. വേഗം കഴിക്ക. കരഞ്ഞ് ഉള്ള മാസിലൊക്കെ ചുമന്നു പോയി. എന്തേ, നിനക്ക് വേണോ? എന്നാ ക്യൂട്ടായിട്ട് കാണിക്കേ. എന്നാ കഴിച്ചോ. നിങ്ങൾ എത്തിയോ? പോയ കാര്യം എന്തായി? എല്ലാം പറഞ്ഞുറപ്പിച്ചോ? എന്റെ ഇച്ചായ, വീട്ടുകാരെ പെണ്ണാലോചിക്കാൻ വിടുമ്പോ അറ്റ്ലീസ്റ്റ് അതിന്റെ കെട്ട് കഴിഞ്ഞതാണോ ഇനി ഉറപ്പിച്ചതാണോ എന്നെങ്കിലും അറിഞ്ഞു വെക്കണ്ടേ? എന്ത്? പിന്നല്ലാതെ മനുഷ്യന്റെ തൊലി എഴുതി പോയി. അവളുടെ വിവാഹം കുഞ്ഞിലെ ഉറപ്പിച്ചതാണെന്നാ അതിന്റെ വല്യമ്മ പറഞ്ഞത്. ഇതൊന്നും അന്വേഷിക്കാതെയാണോ നീ ഞങ്ങളെ അങ്ങോട്ട് അയച്ചത്? അതമ്മച്ചി, എനിക്ക് അവൾ അത്രയും ഇഷ്ടമായതുകൊണ്ടാ അധികമൊന്നും തിരക്കാതെ നിങ്ങൾ അങ്ങോട്ട് വിട്ടത്. ഐ ആം സോറി. ഞാൻ ഇത്ര കല്യാണക്കാരും പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത ചെക്കൻ പെട്ടെന്നൊരു ദിവസം വന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആ സന്തോഷത്തിൽ ചാടി പുറപ്പെട്ടതാ. അതിങ്ങനെയായി. അമ്മ ചെന്ന് പോയി. എന്നാൽ ഇച്ചായന്റെ സെലക്ഷൻ അടിപൊളി. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. ഇച്ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ അങ്ങ് വിളിച്ചാക്കി കൊണ്ടുപോരെ, അല്ലേ അമ്മച്ചി? അതൊക്കെ ശരി തന്നെ. നിന്റെ കയ്യും കാലും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നും കൂടെ ഉറപ്പ് വരുത്തേണ്ടി വരും. അത്ര കൊണ്ട് പഴംപുരാണം. വരുന്ന വഴി നന്നായിട്ട് അന്വേഷിച്ചതാ മോനെ. ദാ, അവളെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് നിന്റെ ജീവനാ വലുത്. അതുകൊണ്ട് പറയാ, നമുക്കിത് വേണ്ട. ഒന്ന് പതുക്കെ പോടാ, നിങ്ങൾക്ക് എന്ത് സ്പീഡോ. അലിയോ? അലിയ, ഞാൻ കോളേജിൽ എടുത്തിട്ട് വരാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അലി ഇവിടുത്തെ കാര്യങ്ങൾ. എന്നാലും അവളെ അവിടെ തനിച്ചാക്കി അധിക ദിവസം ഞാനിവിടെ നിൽക്കില്ല. എത്ര ദിവസം നീ ഓഫീസും ഹോസ്പിറ്റലും ആയിട്ട് ഓടി നടക്കും? അതൊന്നും ഓർത്ത് തൽക്കാലം നീ ടെൻഷൻ ആവണ്ട.
കുഞ്ഞാറ്റ എന്റെയും കൂടെ പെങ്ങളാ. അവളെ കെയർ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം. മിസ്റ്റർ വിഹാൻ, എന്തായി നിന്റെ തീരുമാനം? എന്നാ നിങ്ങൾ ഡിവോഴ്സായി ലക്ഷ്മണന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്? അത് നീ ഇപ്പൊ പറഞ്ഞ കാര്യം നടക്കില്ല കിച്ചു. ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നില്ല. ലക്ഷ്മി, നീ എന്താടാ? സീതയെ കുറിച്ച് നീ എന്താ ഓർക്കാത്തെ? അതിനെ ഇനി വിഷമിപ്പിച്ച ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടാ. ജീവിതകാലം മുഴുവൻ അവള് കണ്ണീര് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവളെ അല്ലാതെ മറ്റാരെയും എനിക്കത് ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അങ്ങനെയാണോ? എന്നാ എന്റെ കൂടെ വാ, നേരിട്ട് വന്ന് എല്ലാവരോടും സംസാരിക്ക്. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ഇത്രയെങ്കിലും നീ ചെയ്യണം. നീ ആലോചിച്ചോ, വീട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, വീട്ടുകാരും. നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. എന്റെ ഭാഗം കേൾക്കാൻ സീത മാത്രമേ അവിടെയുള്ളൂ. അവിടെയുള്ള മറ്റാരേക്കാളും അവൾക്ക് എന്നെ അറിയാം. മറ്റാരെയും ഒന്നും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. ലക്ഷ്മൺ, നീ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എല്ലാം ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് കൺവിൻസിങ് ആവുന്ന രൂപത്തിലൊന്ന് സംസാരിച്ച് തിരികെ വരാലോ. വേണ്ട, നിനക്കറിയില്ല ആ വീട്ടുകാരെ കുറിച്ച്. ഞാനില്ലാത്ത സമയം നോക്കി നിന്നെ അപായപ്പെടുത്താൻ അവർ മടിക്കില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മ. അന്തസ്സും അഭിമാനവും മാത്രമേ അവരുടെ കണ്ണുകളിൽ തെളിയൂ. നീയില്ലാതെ നിന്നെ എവിടെയാക്കി ഞാൻ എവിടേക്കും പോവില്ല. ലക്ഷ്മൺ, എനിക്കെന്ത് വരാനാടാ? ഇന്നല്ലെങ്കിൽ നാളെ രണ്ടു വഴിക്കാവേണ്ടവരല്ലേ നമ്മള്. നിന്റെ വീട്ടുകാരുടെ ശാപം കൂടെ എന്റെ തലയിലേക്ക് ഇട്ട് തരാനാണോ പൊന്നുമോന്റെ വിചാരം? അങ്ങനെ വിട്ടുകളയാനല്ല നിന്നെ ഞാൻ എന്റേതാക്കിയത്. എന്റെ ജീവനുള്ള കാലം നിനക്ക് എന്റെ കയ്യിൽ നിന്ന് മടക്കമുണ്ടാവില്ല വിഹാൻ. ഓയ്, എവിടെ ടൂറിൽ നിൽക്കുക? നീ ഞാൻ പറഞ്ഞത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാനും വരാം നിന്റെ കൂടെന്ന്. അമ്മയെ സിറ്റുവേഷൻ പറഞ്ഞ് ക്ലിയർ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അത് വേണോടാ. നമുക്ക് സീതയും കുട്ടി എവിടേക്കെങ്കിലും പോയാ പോരെ? പോവാണെങ്കിൽ നമുക്ക് തിരികെ പോവാം, സീതയും കൂട്ടാം. ബട്ട് അതിനു മുമ്പ് നിന്റെ വീട്ടുകാർക്ക് നിന്നോടുള്ള വെറുപ്പ് മാറണം. എനിക്ക് അത്രമാത്രം മതി. ഇനി കൂടുതലൊന്നും പറയണ്ട. കം കം, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇതുപോലത്തെ തറവാട് പഴയ മലയാള മൂവീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുരാവസ്തുവാ, മുതുമുത്തശ്ശന്മാരുടെ കാലം മുതലേ ഉള്ള മുതലാ. നീ വാ. എക്സലന്റ്. എന്റെ അമ്മായിയമ്മയുടെ വീട് അത്യുഗ്രൻ. എന്തേ ഇവിടെ സ്ഥിരമായിട്ട് കൂടുന്നോ? അതിപ്പോ ആഗ്രഹിച്ചാൽ നടപ്പില്ലല്ലോ. മരുമോളെ കൊണ്ടുവരേണ്ടതിന് പകരം മരുമോനായത് മദറിൻലോക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലല്ലോ. ഞാൻ ഈ മോഹവും പറഞ്ഞങ്ങോട്ട് ചെന്നാ എന്നെ ഓടിച്ചിട്ട് അടിക്കും പുള്ളിക്കാരി. ഞാനുള്ളപ്പോ എന്റെ ചെക്കനെ തൊടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഹോ, റൊമാൻറ്റിക്. അതങ്ങ് ശ്രദ്ധിച്ചു കേട്ടോ. ഇതാ സീത, എന്റെ പെങ്ങള്.
എന്താ പറയുന്നേ? വർണ്ണയെ കുറിച്ചാ ചോദിക്കുന്നത്. ഓ, ഷീസ് ഫൈൻ, റിക്കവർ ആവുന്നേ ഉള്ളൂ. തനിച്ച് നീ വരില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കയറി വാ, എല്ലാവരും കാത്തിരിക്കുക. ലക്ഷ്മി, എത്ര നാളായടാ? വേണ്ട, വിളിപ്പിച്ച കാര്യം എന്താന്ന് പറഞ്ഞാ എനിക്കങ്ങ് പോവായിരുന്നു. ലക്ഷ്മൺ, നിന്റെ അമ്മയോടാ നീ സംസാരിക്കുന്നത്. ഞാൻ ആരോടെ സംസാരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ കിച്ചു. ഞങ്ങൾ തമ്മിൽ അകറ്റാനാണ് അമ്മ ഞങ്ങളെ വിളിപ്പിച്ചതെങ്കിൽ അതിന് മുതിരണമെന്നില്ല. എനിക്ക് വിഹാനെ ഇഷ്ടമാ. ഇവനെ ഇഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളെ വേർപിരിച്ചിട്ട് അമ്മയ്ക്കൊന്നും നേടാനാവില്ല. നീ നിന്റെ അമ്മയെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ലല്ലോ ലക്ഷ്മൺ. എനിക്ക് ആ കാര്യത്തില്ല സങ്കടം. ആര് പറഞ്ഞു ഞാൻ നിങ്ങളെ രണ്ടുപേരും പിരിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന്? ഞാൻ എന്റെ മരുമോൻ എന്ന് കാണാനല്ലേ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കിച്ചു, നീ ഒന്നും പറയണ്ട. നീ ചെന്ന് ഇവർക്കുള്ള മുറി റെഡിയാക്ക്. ഇവന്റെ പഴയ മുറി തന്നെ മതി. അത് നന്നായിട്ട് വൃത്തിയാക്കിയിടാൻ ഞാൻ ഇന്നലെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. കല്യാണി, എല്ലാം ശരിയല്ലേ? ആ കൊച്ചമ്മേ, എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാ മക്കളെ ചെല്ല്, നന്നായിട്ട് വിശ്രമിച്ചിട്ട് താഴേക്ക് വാ, നമുക്ക് അത്താഴം കഴിക്കാം. വിഹാൻ, ഐ ആം ഷുവർ അമ്മയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. നീ ഒരിക്കലും എന്നെ വിട്ട് മാറി നിൽക്കരുത്. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് എന്ത് വരാനാ? വാ, നല്ല ക്ഷീണം, ഒന്ന് കിടക്കണം. അമ്മായി, അമ്മായി എന്തൊക്കെയാ ഈ പറയുന്നത്? കിച്ചു, പലപ്പോഴും എടുത്തുചാട്ടമല്ല, വിവേകമാണ് നമുക്ക് വേണ്ടത്. വിഹാനെ ഒഴിവാക്കണമെന്ന് ഞാൻ അവനോട് ചെന്ന് പറഞ്ഞ അവൻ ഈ നിമിഷം മറ്റവനെയും വിളിച്ച് ഈ പടി ഇറങ്ങും. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സീതയുടെയും അവന്റെയും കല്യാണം, അതാ നമുക്ക് നടത്തേണ്ടത്. അതിനെ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചാലേ കാട് നടക്കൂ. തൽക്കാലം നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. കിച്ചു, എല്ലാ കാര്യങ്ങളൊന്നും സീതയെ അറിയിക്കണ്ട. അവൾ ഒരു മണ്ടി പെണ്ണ. അവൾ എന്ത് പറഞ്ഞാലും അവൾ അത് ഉൾക്കൊള്ളും, അനുസരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്ലാന് നടക്കില്ല. നിനക്ക് തറവാടും പരിസരമെല്ലാം ഇഷ്ടപ്പെട്ടോ? ഓ, ശരിക്കും അമ്മേ, ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജനിച്ചതും വളർന്നതെല്ലാം അവിടെ ആയതുകൊണ്ട് അധികമൊന്നും നാടുമായിട്ടുള്ള സമ്പർക്കമൊന്നും ഇല്ല. പിന്നെ കുഞ്ഞാറ്റയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ മാത്രമേ വരാറുള്ളൂ. അപ്പോഴും ഈ വഴിയൊന്നും തീരെ വന്നിട്ടേ ഇല്ല. അതിനിപ്പോ എന്താ, ഇനി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കൂടാലോ. ഇതിപ്പോ നിന്റെ കൂടി വീടല്ലേ. അത് നിങ്ങൾ കഴിക്കേ. അല്ല, ഇടക്കൊരു കുഞ്ഞാറ്റിയെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ, അതാരാ? എന്റെ അനിയത്തിയാ, വർണ്ണ. ഇവന്റെ കൂടെയാ പഠിച്ചിരുന്നേ. അങ്ങനെയാ ഇവനുമായിട്ട് പരിചയം. ഓ, അനിയത്തിയുടെ കൂട്ടുകാരനായിട്ട് അങ്ങ് സ്നേഹത്തിലായി അല്ലേ?
വിഹാൻ വാ എനിക്ക് നീ അവനെ വിട് ലക്ഷ്മൺ, അവൻ കഴിച്ചോട്ടെ. ഈ വക നാട്ടുരുചികളൊന്നും അവന്റെ നാവിന് വഴക്കമുണ്ടാവില്ല. മോൻ ആസ്വദിച്ച് കഴിച്ചോ. അല്ല, എനിക്ക് സംസാരിക്കാനുണ്ട്. ഇത്ര നാൾ നീയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ, ഇനി കുറച്ച് സമയം ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, അല്ലേ വിഹാൻ? ലക്ഷ്മൺ, നീ ചെല്ല്, ഞാനങ്ങ് വന്നോളാം. അമ്മേ, ഒരു മിനിറ്റ്. ഹലോ അലി. വിഹാൻ, എത്രയും പെട്ടെന്ന് നീ തിരികെ വരണം. നമ്മുടെ കുഞ്ഞാച്ച, അവൾ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്തോ എനിക്ക് ഡോക്ടേഴ്സൊക്കെ വിഹാൻ, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണോടാ. അലി, എന്താ എന്റെ കുഞ്ഞാറ്റയ്ക്ക്? അലി, നീ ടെൻഷൻ ആവൊന്നും വേണ്ട. ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ നീ ഇങ്ങനെ എത്തണം. ഇറ്റ്സ് അർജന്റ്. ഞാനിപ്പോ വരാടാ. എന്താ മോനെ വിഹാൻ, കുഞ്ഞാറ്റയ്ക്ക് എന്തു പറ്റിയെന്നാ? അമ്മേ, അവൾക്ക് പെട്ടെന്ന്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ലക്ഷ്മണെ എനിക്ക് വിട്ടുതരാൻ. അത് നീ കേട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായി? പാവൻ നിന്റെ പെങ്ങള്, അവളുടെ ജീവൻ ഇനി ദൈവത്തിന്റെ കൈകളിലാ, അല്ലേടാ? നിങ്ങൾ ഇപ്പൊ ലക്ഷ്മണെ ഉപേക്ഷിച്ച് നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവളുടെ ജീവനെങ്കിലും നിനക്ക് രക്ഷിക്കാം. അല്ലെങ്കിൽ അവൾ അവിടെ തീരും, നീ ഇവിടെയും തീരും. ഒരു കാര്യം കൂടെ, പോകുമ്പോ എല്ലാം തീർത്തിട്ട് പോവണം. ലക്ഷ്മണോട് നീ മുഖത്ത് നോക്കി പറയണം നിനക്ക് അവനെ വേണ്ടാന്ന്. നിന്നെ അന്വേഷിച്ച് ഇനി അങ്ങോട്ട് ചെല്ലരുതെന്ന്. എങ്കിൽ മാത്രമേ നിന്റെ പെങ്ങളുടെ ജീവൻ അവിടെ സുരക്ഷിതമാവും. അല്ലെങ്കിൽ നീ അവിടെ എത്തുമ്പോഴേക്ക് വെള്ള പുതച്ച നിന്റെ പെങ്ങളെ നിനക്ക് കാണാം. വേണ്ട, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. എന്റെ കുഞ്ഞാറ്റേക്ക് ഒന്നും വരരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട, നീ എന്റെ പുന്നാര മരുമോനല്ലേ. തൽക്കാലം പൊന്നുമോൻ നിന്റെ അമ്മയമ്മ പറഞ്ഞതനുസരിക്കും. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നീ അവിടെ എത്തുമ്പോഴേക്ക് നിന്റെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. കുഞ്ഞാറ്റേ, സോറിടാ. ഞാൻ കാരണം എനിക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വന്നല്ലോ. സോറിടാ. വിഹാൻ, നീ ഇവിടെ ഇരിക്കുകയാണോ? എത്ര സമയം കൊണ്ട് നിന്നെ അന്വേഷിക്കുന്നതാ. വാ എടാ, ഇവിടെ ഒരു ആമ്പൽ പൊയ്കയുണ്ട്, നമുക്ക് അവിടെ പോയി കുളിക്കാം. എന്ത് തണുത്ത വെള്ളം എന്നറിയോ? നിന്റെ സ്വിമ്മിംഗ് പൂളൊക്കെ അങ്ങ് മാറി നിൽക്കും. വാ. കഴിഞ്ഞ തവണ നമ്മൾ പോയ കുളമല്ല, ഇത് വേറെയാ. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് പറയാനുണ്ട്. വിഹാൻ, നിനക്ക് എന്താടാ പറ്റിയേ? ലക്ഷ്മൺ, നമുക്കിത് ഇവിടെ നിർത്താടാ. എന്ത്? ഈ ആക്ടിങ് ഇവിടെ വെച്ച് മതിയാക്കാന്ന്. വിഹാൻ, നീ ലിസൺ, ഇറ്റ്സ് ഡിസ്കസിങ്. ഞാൻ പറഞ്ഞല്ലോ, നീയോ ഞാനോ ഒരു ഗേ ഒന്നുമല്ല. എന്നിട്ടും ഇങ്ങനൊരു ചീപ്പ് നാടകത്തിന്റെ ആവശ്യം എന്താ? നിന്റെ അമ്മക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും.
എത്ര പെട്ടെന്ന് നിനക്ക് എല്ലാം തുറന്ന് സംസാരിക്കാൻ കഴിയൂ അത്രയും പെട്ടെന്ന് നീ ഇതൊക്കെ തുറന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യും. നിന്റെയും സീതയുടെയും റിലേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഏതൊരമ്മയും സ്വന്തം ചോരകളെ തമ്മിൽ കെട്ടിക്കാൻ നോക്കില്ല. വിഹാൻ, നീ എന്തൊക്കെയായി പറയുന്നേ? സി ലക്ഷ്മൺ, എനിക്ക് തിരികെ പോണം. എനിക്ക് എന്റെ കുഞ്ഞാറ്റിയാ വലുത്. അതുകൊണ്ട് ഇനി ഒരിക്കലും നീ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. അവളെ നീ തിരികെ ഡൽഹിയിലേക്കും വരുത്തില്ല. വിഹാൻ, നിനക്ക് എന്താണ് പറ്റിയത്? എനിക്ക് എന്ത് പറ്റിയോ ഇല്ലയോ എന്നല്ല കാര്യം. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്റെ കുഞ്ഞാറ്റ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നാടകം കളിച്ച് ഇങ്ങോട്ട് വന്നത്. ഇപ്പോ എന്റെ കുഞ്ഞാറ്റയ്ക്ക് എന്നെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഐ എം ഗോയിങ് ബാക്ക്. വാട്ട്? നീ ഇപ്പോ പോയാ? സി ലക്ഷ്മൺ, പ്രായപൂർത്തിയായ പക്വതയുള്ള ചെറുപ്പക്കാരനാണ്. നിന്റെ പ്രോബ്ലംസ് നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. അതിന് ഇത്ര ചീപ്പായിട്ടുള്ള ഒരു റൂട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അമ്മ പറഞ്ഞത് തന്നെയാ ശരി. ഒരിക്കലും ഞാനും നീയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളത് ആഗ്രഹിച്ചിട്ടുമില്ലല്ലോ. പിന്നെ എന്തിനാ ഈ ചീപ്പ് നാടകം? നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പറഞ്ഞോളാം നിന്റെ അമ്മയുടെ സത്യാവസ്ഥകളെല്ലാം. വിഹാൻ, പ്ലീസ് എന്നെ പുറകിൽ നിന്ന് വിളിക്കരുത്. ഞാൻ പോവാ. കുറച്ച് ദിവസം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് മതി. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് മാത്രം. ആയിരുന്നു. ഇനി മുതൽ അങ്ങോട്ടല്ല. ഇനി എന്നെ വിളിക്കാനോ ഞങ്ങളെ കാണാനോ നീ ശ്രമിക്കരുത്. എന്നെ മാത്രമല്ല, കുഞ്ഞാറ്റയും. ഗുഡ് ബൈ. Vihan, please listen to me. Vihan, don't go. I need you. ലക്ഷ്മി, കിച്ചു പോയടാ. കിച്ചു, ലക്ഷ്മൺ, നീ എന്താടാ ഇങ്ങനെ? നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കിച്ചു. ഞാൻ എങ്ങനെയാണ് നിന്നോട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് അവനില്ലാതെ പറ്റില്ലടാ. ലക്ഷ്മൺ, നീ എനിക്ക് അവനെ ഇഷ്ടമാടാ. ഐ ലവ് ഹിം. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അവനൊരു ആൺകുട്ടിയാണ്. സോ വാട്ട്? അവൻ ആൺകുട്ടിയായിട്ടും അവൻ എന്നെ കല്യാണം കഴിച്ചില്ലേ? പിന്നെ എന്താ? അപ്പൊ സീത എന്തറിഞ്ഞിട്ടാ നീ എന്നെയും സീതയും തമ്മിൽ കെട്ടിക്കാൻ നടക്കുന്നത്? നിനക്ക് എന്തറിയാം ഞങ്ങളെ കുറിച്ച്? ലക്ഷ്മൺ, എനിക്കിനി ഒന്നും നോക്കാനില്ല. എനിക്ക് ഇതെല്ലാം തുറന്ന് പറയണം. ഇനി ഇത് ചുമന്നോട് നടക്കാൻ എനിക്ക് കഴിയില്ല. സീത, കം വിത്ത് മീ. ഇന്നൊരു അവസാനം ഉണ്ടാക്കും നമ്മൾ ഇതിന്. നീ കരയണ്ട. എന്തിനും നിന്റെ കൂടെ നിന്റെ ഏട്ടനുണ്ട്. ഒന്നിന്റെ പേരിലും ആർക്കു വേണ്ടിയും നിന്നെ ഞാൻ വിട്ട് കളിയില്ല വിഹാൻ. നീ ഇപ്പോ എന്റെ ജീവന്റെ ഭാഗമാ. ഇതെല്ലാം തീർത്തിട്ട് ഞാൻ വരും നിന്റെ അടുത്തേക്ക്.
എന്റെ മരണം വരെ നീ എന്റെ കൂടെ വേണം. I'm sorry, Lakshman.